അതല്ലേ എന്റെ ആ ഒരു ചാനലിന്റെ പേര് നമ്മളെ മലപ്പുറം കിച്ചണില് കമന്റ് ബോക്സിലും ഉണ്ട് ആളുകൾ പറയുന്നത് പേരൊന്ന് മാറ്റാന്. ഒറ്റടിക്ക് ഇങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. നല്ല ചൊറുക്കുള്ള പേരൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ സാധാരണക്കാർക്ക് എളുപ്പം സെർച്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിക്കണം കേട്ടോ. DP ഒന്നും മാറ്റിയിട്ടില്ല, ഞാൻ ചാനലിൻ്റെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നമ്മളെ ലൈലാത്താൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ചാനലിൻ്റെ പേര് മാറ്റിയിട്ട് 2 ദിവസം അയക്കണേ. പക്ഷേ അതിൻ്റെ വീഡിയോ ചെയ്യാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലൈലാത്ത അങ്ങനെ പറയും, ലൈലാത്താൻ്റെ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും ചാനലിൻ്റെ നെയിമൊന്ന് മാറ്റുമെന്ന്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, സന്തോഷം. ലൈലാത്താനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ലൈലാത്താൻ്റെ അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ എല്ലാവരും ഒരുമിച്ച് വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഒരാളാണ് നമ്മൾ ലൈലാത്തി. എനിക്ക് കിട്ടണമെങ്കിൽ എല്ലാവർക്കും അതേമാതിരി കിട്ടണം എന്നാണ് ലൈലാത്ത ആഗ്രഹിക്കുന്നത്. പിന്നെ ലൈലാത്താനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ അപവാദം പറഞ്ഞിട്ടും ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുറേ വീഡിയോസ് അടിച്ചിറക്കുന്നുണ്ട്. മക്കളെ എല്ലാം കാണുന്ന ആൾ പഠിച്ചവനാണ്. പഠിച്ചവൻ്റെക്കൽ എല്ലാത്തിനും തെളിവുണ്ടല്ലോ. ഇതിനൊക്കെ പഠിച്ചവൻ അവർക്ക് ഒരു ദിവസം ഒരു മറുപടി കൊടുക്കും. പണ്ടത്തെ പഠിച്ചവന് കാലം കൊണ്ട് ഇനിയിപ്പോൾ കപ്പളെന്നൊരു ചെല്ല് കേൾക്കാം. എനിക്കറിയില്ല അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന്. പക്ഷേ ഓരോ സംഗതികളും നമ്മൾ കണ്ടും കേട്ടും അനുഭവിക്കണതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, അവനാൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകാണ്ട് വീഡിയോ ചെയ്യുക, അതിന് റീച്ച് ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകാണ്ട് റീച്ച് ഉണ്ടാക്കുകയല്ലേ എൻ്റെ ആവശ്യം. അങ്ങനെയല്ല നമ്മൾ ചെയ്യല്. ഒരാളെ കുറ്റപ്പെടുത്തിക്കാണ്ട് ഒരാളെ പറഞ്ഞുകൊണ്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനില്ല. ഞാൻ കണ്ട ലൈലാത്ത, എൻ്റെ കാഴ്ചയിലുള്ള ലൈലാത്ത മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ലൊരു കുടുംബിനിയാണ്. അതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പിന്നെ ലൈലാത്താൻ്റെ ഉമ്മയാണെങ്കിലും ഞാൻ അനുഭവിച്ചതുകൊണ്ട് പറഞ്ഞ പച്ച സാധു ഉമ്മയാണ്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നും ദുനിയാവിലില്ല. ഇപ്പോൾ ഓരോരുത്തർ ഈ ലൈലാത്താനെ കുറിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, ഓരോ കുടുംബമൊക്കെ എന്താണെന്നുള്ളതൊക്കെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ചിട്ടും പറയാൻ തയ്യാറില്ല. നമ്മളതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ഇടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നാണ് നമ്മൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റിയേക്കണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. ഇനി ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാരണക്കാരാവണം. നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊക്കെ നമ്മളെ ഉയർത്തുന്ന ആൾക്കാർ. ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റിയതൊക്കെ ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി എല്ലാവരും സെർച്ച് ചെയ്ത് കണ്ടൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ മക്കളെ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലാണെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പഠിച്ചാൽ നമ്മളെല്ലാവരും ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടാമീ. അസ്സലാമു അലൈക്കും. എന്തൊക്കെ നാളെ എൻ്റെ വർത്താനം? വീഡിയോ ഒക്കെ ഇടലില്ലേ? ഞാൻ 1-2 വീഡിയോ ഒക്കെ എൻ്റെ കണ്ടു. അത് കുഴപ്പമില്ലാത്ത രീതിക്ക് കേറിയിരിക്കണില്ലേ, അൽഹംദുലില്ലാ. ഇനി ദിവസം അങ്ങോട്ട് വീഡിയോ ഇട്ടവാ. പിന്നെ അതല്ലേ എന്റെ ആ ഒരു ചാനലിന്റെ പേര് നമ്മളെ മലപ്പുറം കിച്ചണില് കമന്റ് ബോക്സിലും ഉണ്ട് ആളുകൾ പറയുന്നത് പേരൊന്ന് മാറ്റാന്. ഒറ്റടിക്ക് ഇങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. നല്ല ചൊറുക്കുള്ള പേരൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ സാധാരണക്കാർക്ക് എളുപ്പം സെർച്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ജന്താട്ടിക്കോ അസ്മാസ് വേൾഡ് എന്നുണ്ടാക്കിക്കോളാം. അതാകുമ്പോ അസ്മാന്നുണ്ട് അടിച്ചുമ്പോ തന്നെ ബാക്കി പേര് ഇങ്ങനെ വന്നോളും. ഇത് റിൻസോ അങ്ങനത്തെ ഒരു പേരാണല്ലോ, തന്നെ പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ജന്തത്താട്ടിക്കോ അസ്മാസ് വേൾഡ് നോക്കിക്കോ, പെട്ടെന്ന് അടിച്ചാൻ കിട്ടും. സെർച്ചിൽ വേഗം പേരും ജഡ്ജും ചാനൽ പെട്ടെന്ന് റീച്ച് ആകും ചെയ്തോളും. അപ്പൊ ബിസ്മിൻ ചൊല്ലിക്കാണ്ട് പേരങ്ങോട്ട് മാറ്റിക്കാളാ. അപ്പം അങ്ങനെ നമ്മൾ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയേക്കണേ. ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന പേര് കേട്ടോ, റിൻഷീഷ് വ്ളോഗ് എന്നുള്ള ഈ ഒരു പേര്. ഇപ്പം നമ്മൾ ആക്കിയിരിക്കണത് അസ്മാസ് വ്ളോഗ് എന്നാണ് കേട്ടോ. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് അസ്മാസ് വേൾഡ് ആയിരുന്നു. അപ്പോൾ അത് അടിച്ചു നോക്കുമ്പോൾ കുറേ ചാനലുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എളുപ്പത്തിന് അസ്മാസ് വ്ളോഗ് ആക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അസ്മാസ് വ്ളോഗ് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ, വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.